ആവേശകരമായ 10ാമത് T20 വേൾഡ് കപ്പിൻ്റെ ത്രസിപ്പിക്കുന്ന ഒട്ടേറെ ത്രില്ലർ പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചപ്പോൾ കുഞ്ഞന്മാരെന്ന് വിധിയെഴുതിയ ടീമുകളെല്ലാം 2020-ൽ ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ല എന്ന് തെളിയിക്കുന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. ടൂർണമെൻറ്റിലെ തന്നെ ഫേവറേറ്റുകളായി എത്തിയ ക്രിക്കറ്റിലെ തന്നെ തലതൊട്ടപ്പന്മാരായ ഓസ്ട്രേലിയ ഗ്രൂപ്പ് ഘട്ടം കടക്കാതെ പുറത്തായത് ക്രിക്കറ്റ് നിരീക്ഷകരെയും ആരാധകരെയും ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയയെയും ശ്രീലങ്കയെയും തകർത്തുവിട്ട് തോൽവിയറിയാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സൂപ്പർ 8ലേക്ക് പ്രവേശിച്ച സിംബാബ്വെ ഈ വേൾഡ് കപ്പിലെ തന്നെ ഹൈലൈറ്റായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയാകട്ടെ കളിച്ച മത്സരങ്ങളെല്ലാം ജയിച്ചിട്ടാണ് സൂപ്പർ 8ലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ചിരവൈരികളായ പാകിസ്ഥാനെ തോൽപ്പിച്ചതൊഴിച്ചാൽ വേറെ കാര്യമായ വെല്ലുവിളികളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാലും പറയാമല്ലോ, ബാറ്റിങ്ങിലും ബോളിങ്ങിലുമെല്ലാം ചില പോരായ്മകൾ നിഴലിക്കുന്നുണ്ട്. അതെല്ലാം പരിഹരിച്ചു പോകുമെന്ന് പ്രതീക്ഷിക്കാം. സൂപ്പർ 8ൽ 4 ടീമുകൾ വീതം 2 ഗ്രൂപ്പുകളിലായിട്ടാണ് അണിനിരക്കുന്നത്. ഗ്രൂപ്പ് 1ൽ സിംബാബ്വെയും സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയും അണിനിരക്കുമ്പോൾ ഗ്രൂപ്പ് 2ൽ ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, ശ്രീലങ്ക, പാകിസ്ഥാൻ എന്നീ ടീമുകളാണ് അണിനിരക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയവർ സൂപ്പർ 8ൽ കണ്ടുമുട്ടാത്ത വിധത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 2 ഗ്രൂപ്പുകളിലെയും ആദ്യ 2 സ്ഥാനക്കാർ നേരിട്ട് സെമി ഫൈനലിലേക്ക് പ്രവേശിക്കും. കൗതുകമെന്തെന്നാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി എത്തിയ 2 ടീമുകൾ സെമി കാണാതെ പുറത്താകും എന്നതാണ്. ഓസ്ട്രേലിയക്ക് പകരം സിംബാബ്വെ എത്തിയത് ഇന്ത്യക്ക് എളുപ്പമായി തോന്നുന്നുണ്ടാകും. പക്ഷേ ഒന്നോർക്കണം, ഓസ്ട്രേലിയയുടെ സമഗ്രാധിപത്യത്തിൻ്റെ അടിവേരറുത്തിട്ടാണ് അവർ വരുന്നത്. ഇന്ത്യയുടെ ആദ്യ മത്സരം വരുന്നത് ഇന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. ഇന്ത്യയുടെ കപ്പിനായുള്ള ശരിക്കുമുള്ള യുദ്ധം തുടങ്ങുന്നത് ഇവിടെ മുതലാണ് വേണമെങ്കിൽ പറയാം. ബാറ്റിങ്ങിലും ബോളിങ്ങിലും മികച്ച ഫോമിലുള്ള സൗത്ത് ആഫ്രിക്കയെ കീഴടക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല. ഇനി ഇന്ത്യൻ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമീപകാലത്ത് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയോളം വെല്ലാൻ മറ്റൊരു ടീമുകളുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബാറ്റിങ്ങിലെയും ബോളിങ്ങിലെയും സ്ഥിരതയില്ലായ്മ തുടരുന്ന സാഹചര്യത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ഇത്തവണ കുറച്ച് വിയർക്കേണ്ടി വരും.